അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ എന്താണ് ഈ എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, അതായത് രണ്ട് പ്രോസസ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. രണ്ട് പ്രോസസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സെൻഡർ ആൻഡ് റിസീവർ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ സോക്കറ്റ്സ്. സോക്കറ്റ്സ് ആർ ദ എൻഡ് പോയിൻ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ. ഇനി ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു സിസ്റ്റത്തിൽ ഉള്ള ഇൻഫർമേഷൻ വിച്ച് ഈസ് സ്റ്റോർഡ്, അത് നമ്മളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടായിരിക്കും. ഏതെങ്കിലും ഡാറ്റ സ്ട്രക്ചർ, സംടൈംസ് ഇറ്റ് മേ ബി ലിസ്റ്റ്, സംടൈംസ് ഇറ്റ് മേ ബി അറേ, സംടൈംസ് ഇറ്റ് മേ ബി ടപ്പിൾസ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ വൈൽ ട്രാൻസ്മിറ്റിംഗ് ദ മെസ്സേജ്, ഈ എല്ലാ ഇൻഫർമേഷനും ഒരു സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി പോകാൻ പോണത്. ഓക്കെ, അവിടെ ഒരു പെർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചർ പോലെയൊന്നുമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ട്രാൻസ്മിഷൻ ഇസ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. റിസീവറിലും ഇതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സെൻഡർ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ഒരു പെർട്ടിക്കുലർ സെയിം ഡാറ്റയ്ക്ക് ചിലപ്പോൾ സെൻഡർ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറും റിസീവർ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറും ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ഓഫ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം സെൻഡറും റിസീവറും യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരാം. സെൻഡിങ് മെഷീനിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം തന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് ചിലപ്പം ഒരു സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം ഇറ്റ് ഇസ് ജസ്റ്റ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. ആദ്യം സെൻഡർ ഒരു മെസ്സേജ് ഫ്രെയിം ചെയ്തിട്ട് അതിനൊരു സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ബൈറ്റ്സ് റിസീവിങ് എൻഡിൽ എത്തുമ്പം എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി റീബിൽഡ് അറ്റ് ദ റിസീവിങ് എൻഡ് ആസ് എ എന്താ പറയുക, ആ സെയിം മീനിങ് വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ സെയിം ഡാറ്റ സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം അത് റിസീവിങ് എൻഡിലും റിസീവ് ചെയ്യേണ്ടത്. Okay, irrespective of the form of communication used, the data structure must be converted to a sequence of bytes before the transmission and it should be rebuilt on arrival. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന സാധനം ബൈറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്ത് പോകുന്നു, റിസീവിങ് എൻഡിൽ അത് ആ പെർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് മാറ്റപ്പെടണം. അതായത് ചിലപ്പോൾ സെൻഡിങ് മെഷീൻ ഒരു ഫോർമാറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക, ചിലപ്പോൾ റിസീവിങ് മെഷീൻ വേറൊരു ഡിഫറെൻറ്റ് ഫോർമാറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അപ്പം ഈ ഒരു കൺഫ്യൂഷൻസ് മാറ്റാനായിട്ട് ആണ് നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന കൺസെപ്റ്റ് പഠിക്കുന്നത്. അതായത് എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ്സ് ആൻ അഗ്രീഡ് സ്റ്റാൻഡേർഡ് ഫോർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രിമിറ്റീവ് വാല്യൂസ്. ഇപ്പം അതായത് കോമൺ ആയിട്ടൊരു അഗ്രീഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ റിസീവിങ് എൻഡിൽ നിന്ന് ആ അഗ്രീഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് തിരിച്ചും റീകൺവേർട്ട് ചെയ്യാം. അപ്പം അതാണ് എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. ഇറ്റ്സ് എൻ അഗ്രീഡ് സ്റ്റാൻഡേർഡ് ഫോർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രിമിറ്റീവ് വാല്യൂസ്. അതിൽ തന്നെ രണ്ട് അപ്രോച്ചസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് യൂസിങ് അഗ്രീഡ് എക്സ്റ്റേണൽ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ പറഞ്ഞത് അവിടെ 2 കൺവേർഷൻസ് ആർ നെസസറി. വാട്ട് ഇസ് ഇറ്റ്? അതായത് സെൻഡർ ഒരു മെസ്സേജ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവും, ആ മെസ്സേജിനെ ഒരു അഗ്രീഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റും സെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ. Okay, agreed standard for representing this data structure and primitive values while transmitting. Okay, and then at the receiving end from this external representation, agreed external representation, it will be converted to a format which is understandable by the receiver. Okay, that is one method. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഐദർ യു ക്യാൻ യൂസ് സെൻഡർ. ഒരു സെൻഡിങ് മെഷീനിൽ ഒരു പെർട്ടിക്കുലർ ഫോമാറ്റ് ഡാറ്റയ്ക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പെർട്ടിക്കുലർ ഫോമാറ്റിൽ ഡാറ്റ സ്ട്രക്ചർ ഇന്ന രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് സെൻഡർ ക്യാൻ യൂസ് ദ ഫോമാറ്റ് which is used by the sender, and there is an indication that this is a hint on this is the data structure being used and this is a property of the data structure. At the receiving end, using this particular hint given, receiver can find the appropriate data structure and then convert at the other end. അപ്പം ഇത് ഈ രണ്ട് രീതിയിലാണ് എക്സ്റ്റേണൽ രണ്ട് അപ്രോച്ചസ് ആണ് ഡാറ്റ ട്രാൻസ്മിഷൻ കഴിഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനും റീബിൽഡ് ചെയ്യുന്നതിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. രണ്ട് കമ്മ്യൂണിക്കേഷൻ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സസ് മേ ബി ഇൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ്. ഈച്ച് സിസ്റ്റം മേ ബി ഫോളോയിങ് ഡിഫറെൻറ്റ് ഫോമാറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും അവിടെ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ഡാറ്റനെ തന്നെ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും രണ്ട് മെഷീൻസിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെല്ലാം ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ, ഒരു കോമൺ അഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ വിൽ ബി പ്രോപ്പർ.
ഓക്കെ, അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം യൂണിക്സ് മെഷീൻസിൽ പൊതുവെ ആസ്കി കോഡഡ് ആണ്. അപ്പോൾ അതായത് 1 byte per ക്യാരക്ടർ ആണ് റെപ്രസെൻറ്റേഷൻ. നേരെ മറിച്ച് യൂണിക്കോഡിൽ 2 bytes per ക്യാരക്ടർ ആണ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ സിസ്റ്റം ആർക്കിടെക്ചർ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതികൾ വ്യത്യാസമുണ്ട്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പഠിച്ചിട്ടുണ്ടാവും ലിറ്റിൽ എൻഡിയൻ, ബിഗ് എൻഡിയൻ ഫോർമാറ്റ്. അപ്പം ഓരോ മെഷീൻസിനും അതിൻ്റെ ആർക്കിടെക്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. സെയിം ഡാറ്റേൻ്റെ തന്നെ ഡിഫറെൻറ്റ് രീതിയിലാണ് എല്ലാവരും ഡിഫറെൻറ്റ് സിസ്റ്റംസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം സെൻഡർ എന്ത് ചെയ്യണം? ഐദർ യൂസിങ് എനി ഓഫ് ദീസ് 2 approaches, സെൻഡർ ഐദർ ഫസ്റ്റ് കൺവേർട്ട് ഇറ്റ് ടു an agreed external representation, then at the receiving end from the agreed external representation a reconversion to the appropriate data structure, like appropriate method which is used in the റിസീവർ. അതിലേക്ക് ഒരു കൺവേർഷൻ ആവശ്യമാണ്. ഇതൊരു ഫസ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഇത് സെൻഡർ മെഷീൻ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ഏതാണോ അതിൽ തന്നെ ഡാറ്റ സെൻഡ് ചെയ്ത് വിടുക. ഒരു ഇൻഡിക്കേഷൻ ദാറ്റ് ഇസ് ഹൗ ദ ഡാറ്റ സ്ട്രക്ചർ ഇസ് യൂസ് എന്നുള്ളത് റിസീവറിന് കൊടുക്കുക. അപ്പോൾ റിസീവറിന് മനസ്സിലാവും ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡാറ്റ സ്ട്രക്ചർ, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് തിങ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ സെൻഡർ. സോ ആ കൺവേർഷൻ അറ്റ് ദ റിസീവിംഗ് എൻഡ് വിൽ ബിക്കം ഈസി. ഓക്കെ, ഇനി there are 2 techniques, marshalling and unmarshalling, for external data representation. So we'll see the definition. Eppozhum question paper ചോദിക്കുന്ന question, what is marshalling? Marshalling is nothing but it's a process of taking a collection of data items and assembling them into a form suitable for transmission in a message. അതായത് ഒരു collection of data items which is represented in a particular system and assembling them into a form suitable for transmission. It's assembling them into a form which is in the external data representation. അതായത് ഒരു agreed സ്റ്റാൻഡേർഡിലേക്ക് അതിനെ മാറ്റാം. That is given in here. You can see that it's an agreed standard. ഒരു agreed സ്റ്റാൻഡേർഡിലേക്ക് കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റംസിനെ മാറ്റി ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇനി അൺമാർഷലിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഡിസ്അസംബ്ലിംഗ്, ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്, disassembling the collection of data items on arrival at the receiver to produce an equivalent collection of data items at the destination. അതായത് നമുക്ക് ഈ സെൻഡ് ചെയ്ത സാധനങ്ങളുടെ അതേ പ്രോപ്പർട്ടീസ് ഉള്ള ഡാറ്റ ഐറ്റംസിനെ ഡിസസംബിൾ ചെയ്തെടുക്കാൻ പറ്റണം. ആ ഒരു അഗ്രീഡ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നിന്ന് നമുക്ക് അതിനെ ഡിസസംബിൾ ചെയ്ത് എടുക്കാൻ പറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അൺമാർഷലിംഗ് എന്ന് പറയാം. Okay, so I hope you have understood the difference between marshalling and unmarshalling. Marshalling is a process of taking a collection of data items and assembling them into a form which is an agreed standard for transmission in a communication channel, transmission of the message on a communication channel. And unmarshalling is nothing but it's a reverse process. It's a process of disassembling a collection of data on arrival to produce an equivalent collection of data items at the destination. ഓക്കെ, ഇനി ഇതിന് 3 അപ്രോച്ചസ് ആണ് പറയുന്നത് ഈ എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ. നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മെത്തേഡ് പഠിക്കാം, ദറ്റ് ഈസ് കോർബ, കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കേഴ്സ് അൽഗോരിതം. അത് നമുക്ക് ദറ്റ് ഈസ് എ ഫസ്റ്റ് വൺ. ദെൻ ജാവ ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ, ദെൻ XML. കോർബ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഫോർ സ്ട്രക്ചേർഡ് ആൻഡ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്, ആൻഡ് ദിസ് ഈസ് എൻ അഗ്രീഡ് സ്റ്റാൻഡേർഡ് ഫോർ മെനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറാണ് കോർബ ആർക്കിടെക്ചർ. നെക്സ്റ്റ് ഈസ് ജാവാസ് ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ. ഇറ്റ് ഈസ് ആക്ച്വലി ഓൺലി ബൈ ജാവ. അത് ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മാത്രമാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്ന കോർബ എന്ന എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ മെക്കാനിസം. അതായത് എന്ത് ഡാറ്റ വന്നാലും ഈ കോർബ അഗ്രീഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ റിസീവിങ് എൻഡിൽ ആ കോർബ അഗ്രീഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് തിരിച്ചതിനെ എന്താ പറയുക അൺമാർഷൽ ചെയ്ത് ഡിസസംബിൾ ചെയ്ത ഡാറ്റ ഐറ്റംസിന് സെയിം ഇക്വാലന്റ് മീനിങ് വരുന്ന രീതിയിൽ റിസീവിങ് എൻഡിൽ അതിനെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പം വിൽ സി കോർബ ഇൻ ഡീറ്റെയിൽ. Corba CDR, Common Data Representation, is an external data representation and its version in version Corba 2.0. അതൊരു ആർക്കിടെക്ചറാണ്, കോർബ ആർക്കിടെക്ചർ. അപ്പോൾ അതിനകത്ത് എല്ലാ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഷോർട്ട്, ലോങ്, അൺസൈൻഡ് ഷോർട്ട്, ഇൻറ്റിജർ, അൺസൈൻഡ് ലോങ്, ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ബൂലിയൻ, ഒക്റ്ററ്റ്, എല്ലാ ഡാറ്റ ടൈപ്സും സപ്പോർട്ട്. ഇത്രയും ഡാറ്റ ടൈപ്സ് 15 പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
different programming languages ഉള്ളത്. Okay, these types of data types are primitive data types supported by Corba architecture. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, യു ക്യാൻ സി, അതായത് നമ്മളിപ്പം ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. സപ്പോസ് ഇറ്റ്സ് എ ഫ്ലാറ്റൻഡ് ഫോം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഒരു സാധാരണ ഒരു സ്ട്രക്ചർ. ഇറ്റ്സ് എ പേഴ്സൺ സ്ട്രക്ട് വിത്ത് വാല്യൂ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ പേഴ്സൺ ആണ്, സ്ട്രക്ചറാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് സപ്പോസ് ചെയ്യാം. അതിനകത്ത് 3 വാല്യൂസാണ് ഉള്ളത്. ഫസ്റ്റ് പേര് സ്മിത്ത്, അതൊരു സ്ട്രിങ് ആണ്. സെക്കൻഡ് ലണ്ടൻ, അയാളെ പ്ലേസ്, അതൊരു സ്ട്രിങ് ആണ്. പിന്നെ ഒരു ഇയർ ആണ്, ഇറ്റ്സ് എൻ ഇൻറ്റിജർ. അപ്പം എങ്ങനെയാണ് ഈ ഒരു 3 ഡാറ്റ കോർബ റെപ്രസെൻറ്റേഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അത് റിസീവിങ് എൻഡിലേക്ക് എത്താൻ പോകണമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ ഇറ്റ് ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ്. അപ്പം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം 4 ബൈറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാം, ഫസ്റ്റ് സ്മിത്ത് എന്ന് പറഞ്ഞ സ്ട്രിങ് ആണുള്ളത്. ആ സ്മിത്ത് എന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. 1 2 3 4 5. അപ്പം ഫസ്റ്റ് 4 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 അല്ലേ? ഫസ്റ്റ് 4 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3. അതിൽ എത്രയാണോ ആ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ അതാണ് 4 ബൈറ്റ്സിൽ 5 എന്ന് പറഞ്ഞ ഇൻറ്റിജർ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി സ്മിത്ത് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 1 ബൈറ്റ് പെർ ക്യാരക്ടറാണ്. അപ്പം 1 ക്യാരക്ടർ പെർ ബൈറ്റ്. അപ്പോൾ നമ്മൾ 1 2 3 4 5 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം 4 to 7 ബൈറ്റ്സ് നോക്കുക. 4 5 6 7 4 ബൈറ്റ്സിൽ നമുക്ക് SMIT വരെ പാസ് ചെയ്യാം അല്ലേ? SMIT എന്നുള്ള ആ ഒരു റെപ്രസെൻറ്റേഷൻ അങ്ങനെയാണ് അതുണ്ടാവുക. സ്മിത്ത് ഇസ് റെപ്രസെൻറ്റഡ് SMIT. പിന്നെ ഇനി ബാലൻസ് ഒരു H ഉണ്ട്. അത് അടുത്ത 4 ബൈറ്റിൻ്റെ കൂടെ, അതായത് 8 9 10 11 അതിൽ H ഇതായിട്ടുണ്ടാവും. പിന്നെ ബാക്കി വരുന്ന 3 സ്പേസസ് എംപ്റ്റി സ്പേസസ് ആയിട്ട് ആണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഈസ് ഈ 4 ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ആ കോളത്തിൻ്റെ താഴെയുള്ള ഫോർമാറ്റിലാണ് നമ്മുടെ ഈ സ്ട്രക്ചർ കൺവേർട്ടഡ് ആവുന്നത് ഇൻ കോർബ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഴ്സൺ സ്ട്രക്ചർ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ അവർ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ദിസ് ഫോർമാറ്റ് ഇൻ കോർബ. കോർബയിൽ ആദ്യം സെൻഡ് ചെയ്യാൻ പോണ ഡാറ്റ എങ്ങനെയാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഫസ്റ്റ്, പിന്നെ ഫസ്റ്റ് 4 ബൈറ്റ്സ്, പിന്നെ നെക്സ്റ്റ് 4 ബൈറ്റ്സ്, അതിൽ H കഴിഞ്ഞാൽ പിന്നെ 3 സ്പേസ് ആണ്. പിന്നെ അടുത്ത സ്ട്രിങ് ലണ്ടനിൽ 6 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് കാണാം അല്ലേ? 6 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 12 to 15 ബൈറ്റ്സിൽ 6 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. പിന്നെ 16 to 19 യു ക്യാൻ സി LOND. അപ്പോൾ 4 ബൈറ്റ്സ്. പിന്നെ ON വരുന്നുണ്ട് അല്ലേ? ON വരുന്നത് അടുത്ത 20 to 23 സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ 2 ബാലൻസ് വരുന്നുണ്ട്, 2 ബൈറ്റ് ബാലൻസ് വരുന്നത് അവിടെ ബാലൻസ് ആയിട്ട് തന്നെ ഇടും. അടുത്ത 4 ബൈറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ആ അടുത്ത ഇൻറ്റിജറാണ്. ഇങ്ങനെയാണ്, അതായത് ഈ 4 ബൈറ്റ്സ് ഞാൻ ഈ എഴുതിയിരിക്കുന്ന കോളത്തിൻ്റെ താഴെയുള്ള ആ ഒരു ഫോർമാറ്റിൽ 5 SMIT H 6 LOND ON 1984 എന്നാണ് നമ്മുടെ ഈ ഒരു പേഴ്സൺ സ്ട്രക്ചറിൻ്റെ ഫോർമാറ്റ് വൈൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്മിറ്റഡ് ഓവർ ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ അക്കോർഡിംഗ് ടു ദ കോർബ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കോർബ മാത്രമേ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കാനുള്ളൂ. വി നീഡ് നോട്ട് തൽക്കാലം ഇപ്പം ജാവ ഒബ്ജക്റ്റ് സീരിയലൈസേഷനിലേക്ക് പോകണ്ട. വി ലേൺ കോർബ എല്ലാ 15 പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് ചോദിക്കാം. എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് പഠിക്കാം. അതിൻ്റെ 2 അപ്രോച്ചസ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 അപ്രോച്ചസ്. ഒന്നുകിൽ ഒരു കോമൺ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയിട്ട് സെൻറ്ററിൽ നിന്ന് കോമൺ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുക. കോമൺ സ്റ്റാൻഡേർഡിൽ നിന്ന് റിസീവിങ് എൻഡിൽ ഈ ഒരു കൺവേർഷൻ നടത്തുക. 2 കൺവേർഷൻസ് ആർ നെസസറി. അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യുക, എന്നിട്ട് റിസീവറിന് ഒരു ഹിൻഡ് കൊടുക്കുക. ഈ ഫോർമാറ്റാണ് സെൻറ്റർ ഫോളോ ചെയ്യുന്നത്, സോ യു ക്യാൻ ഓൾസോ ഫോളോ ദിസ്. അപ്പോൾ റിസീവറിന് ഹിൻഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ റിസീവറിനെ എന്താ പറയുക, റീബിൽഡ് അറ്റ് ദ റിസീവിങ് എൻഡ് വിത്ത് ദ ഡാറ്റ ഐറ്റംസ് വിത്ത് ദ സെയിം മീനിങ് അറ്റ് ദ റിസീവിങ് എൻഡ്. പിന്നെ മാർഷലിംഗ് എന്താണ്, അൺമാർഷലിംഗ് എന്താണ്, അത് പഠിക്കാം. പിന്നെ ഈ 3 അപ്രോച്ചസ് ആണുള്ളത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ കോർബയും ജാവാസ് ഒബ്ജക്റ്റ് സീരിയലൈസേഷനും ഉണ്ട്. ജാവാസ് ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ ഇസ് ഓൺലി യൂസ്ഡ് ബൈ പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ. കോർബ എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആർക്കിടെക്ചറാണ്. അപ്പം നമുക്ക് കോർബയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ കോർബയിൽ ഇത്രയും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെയും ഇത്രയും ഡാറ്റ ടൈപ്സിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെയാണ് ഒരു സാമ്പിൾ മെസ്സേജ് സെൻഡ് ആവുന്നത് ഇൻ കോർബ. ഇത്രയും നമ്മൾ സമ്മറൈസ് ചെയ്ത് എഴുതാം.
Okay, hope it's clear.